സ്ത്രീധന പീഡന കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. യുവതിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയട്ടെ എന്ന് പോലീസ് വ്യക്തമാക്കി. മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകുമ്പോൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും പിതാവിന്റെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്നാണ് പിന്മാറിയതെന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി ഷംസീർ, ഒപ്പം തന്നെ മുസ്തബയും നമ്മോടൊപ്പം ചേരുന്നു. ഷംസീർ, ഇപ്പോൾ പോലീസ് ഇതിനകത്തുണ്ടായിട്ടുള്ള പുതിയ ഈ ട്വിസ്റ്റിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ, അതോ അവരവരുടെ അന്വേഷണവും നടപടികളും ആൻഡ് ചാർജ് ഷീറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? നിഷാദ്, പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയൊരു അന്വേഷണത്തിലേക്കോ മൊഴിയെടുക്കലിലേക്കോ പോലീസ് നീങ്ങുന്നില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം നമ്മോട് വ്യക്തമാക്കുന്നത്. ഇതിൽ ഫോറൻസിക് പരിശോധനയുടെ ഫലം കൂടി കിട്ടാനുണ്ട്. ഈ യുവതിയുടെ ശരീരത്തിലേറ്റ മുറിവുകളുടെയും മറ്റും ഫോറൻസിക് പരിശോധനയ്ക്ക് ഇതിൻ്റെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം കൂടി കിട്ടിയാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, യുവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി കോടതിയിൽ പറയട്ടെ എന്ന നിലപാടിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയാണ്. ഈ യുവതിയുടെ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങളുടെ കയ്യിൽ നിരവധി തെളിവുകൾ ഉണ്ട് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവതി നൽകിയെന്ന് മനസ്സിലാക്കുന്നത്. തനിക്ക് പരാതിയില്ല, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വന്നത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും യുവതി ആരോപിക്കുന്ന കാര്യം. യുവതി വ്യക്തമാക്കുന്ന കാര്യം നമുക്കറിയാം. നേരത്തെ വലിയ ആക്ഷേപങ്ങൾ ഈ ഭർത്താവായ രാഹുൽ പി ഗോപാലിനെതിരെ യുവതി ഉന്നയിച്ചിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് തനിക്ക് ക്രൂരമായ മർദ്ദനമേറ്റതെന്ന് വളരെ വ്യക്തമായി തന്നെ ഒന്നിലധികം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ യുവതി പറഞ്ഞിരുന്നു. അതിൽ 150 പവൻ സ്വർണം ആവശ്യപ്പെട്ടുവെന്നും കാർ ആവശ്യപ്പെട്ടുവെന്നും ഇത് തനിക്ക് അർഹിച്ച സ്ത്രീധനം കിട്ടാത്തത് കൊണ്ടാണ് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നതെന്നും തലയിലും മുഖത്തുമൊക്കെ മർദ്ദനമേറ്റു, മുറിവേറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ മൊബൈൽ ചാർജറിൻ്റെ വയർ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ വളരെ കൃത്യമായി തന്നെ യുവതി ആ സമയത്ത് പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ നിഷേധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ യുവതി യൂട്യൂബ് വീഡിയോയിൽ വന്ന് പറഞ്ഞത്. തൻ്റെ കുടുംബത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പിതാവ് ആത്മഹത്യാ ഭീഷണി മുടക്കിയ സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ അന്ന് ഉന്നയിച്ചത് എന്നും വക്കീൽ പറഞ്ഞിട്ടാണ്. ഏരിയാസ് കിടക്കുന്നുണ്ടല്ലോ, അതായത് വീട്ടുകാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തിയ ഒരു കല്യാണം, ആ കല്യാണത്തിൽ എന്തിനാണ് വീട്ടുകാർ തന്നെ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കി പിരിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടോ ഈ കഥയിൽ ഷംസീർ? ഇവിടെ സംഭവം വിശദമാക്കുകയാണെങ്കിൽ മെയ് 5-ാം തീയതിയാണ് കല്യാണം നടക്കുന്നത്. മാട്രിമോണി വഴി വന്ന ഒരു കല്യാണാലോചനയാണ്. ഈ കല്യാണമാണ് മെയ് 5-ാം തീയതി നടക്കുന്നത്. നേരത്തെ തന്നെ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു രാഹുൽ പി ഗോപാൽ. ഈ കാര്യം ഈ യുവതിയോട് മെയ് 5-ന് കല്യാണം കഴിഞ്ഞ പറവൂർ സ്വദേശിയായ യുവതിയോട് രാഹുൽ പി ഗോപാൽ പറഞ്ഞിരുന്നുവെന്നുമാണ് ഇന്നലെ യുവതി വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ മെയ് 5-ാം തീയതി വിവാഹം നടക്കുന്നു. മെയ് 11-ാം തീയതിയാണ് നേരത്തെ നാം പറഞ്ഞ പോലെയുള്ള ക്രൂരമായ മർദ്ദനം നടന്നുവെന്ന് പറയുന്നത്. മെയ് 12-ാം തീയതി തൊട്ടു പിറ്റേ ദിവസം പറവൂരുള്ള വീട്ടുകാർ രാഹുൽ പി ഗോപാലിൻ്റെ വീട്ടിലേക്ക്, പന്തീരങ്കാവിലെ വീട്ടിലേക്ക് വരുന്നു. ഈ സമയത്താണ് യുവതിയുടെ ദേഹത്ത് മർദ്ദനമേറ്റതായുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ആദ്യം അങ്ങനെ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് യുവതി പറഞ്ഞെങ്കിലും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു വീട്ടുകാരോട്. ഇതിന് പിന്നാലെയാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അപ്പോൾ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മർദ്ദനമേറ്റു എന്ന കാര്യം ഇന്നലത്തെ വീഡിയോയിലും യുവതി പറയുന്നുണ്ട്. അതുപക്ഷേ സ്ത്രീധനത്തിൻ്റെ പേരിലല്ല, മാത്രമല്ല അത്രമേൽ ക്രൂരമായ മർദ്ദനമേറ്റിട്ടില്ല. തനിക്ക് തലയിൽ മുറിവേറ്റത് ബാത്റൂമിൽ വീണിട്ടാണ്. ഈ കാര്യങ്ങളാണ് ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോഴും മർദ്ദനമേറ്റു എന്ന കാര്യം അവിടെ നിൽക്കുന്നു. മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം രാഹുൽ പി ഗോപാലും പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസ് നിലനിൽക്കത്തക്ക കാര്യങ്ങൾ നേരത്തെ തന്നെ രാഹുൽ പി ഗോപാലിൻ്റെയും യുവതിയുടെ ഭാഗത്തു നിന്ന് മൊഴിയായി വന്നിട്ടുമുണ്ട്. അപ്പോൾ കേസ് തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് ഇതിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്നത്. കേസ് മുറുകുന്ന നിലയിലേക്ക് എനിക്ക് അത്രയും മനസ്സിലായി ഷംസീർ. ഞാൻ ചോദിക്കുന്നത്, ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വീട്ടുകാർ വന്നിട്ട് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തി ഈ ബന്ധം അവസാനിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന, മർദ്ദിക്കുന്ന ഒരാളെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടുകാർ ഒരു അതിസമ്മർദ്ദം കൊടുത്തു എന്നാണോ അവർ പറയാൻ ശ്രമിക്കുന്നത്? വീട്ടുകാർ എന്തിന് സമ്മർദ്ദം ചെലുത്തി, വീട്ടുകാർ എന്തിന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പിരിക്കാൻ ശ്രമിച്ചു എന്ന കാര്യം ഈ യുവതി പറയുന്നുണ്ടോ എന്ന് ചോദിക്കുക ഞാൻ.
യുവതി പറയുന്ന കാര്യത്തിൽ അതിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് നിഷാദ് പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം. കാരണം യുവതി തന്നെ നേരത്തെ മർദ്ദനമേറ്റുവെന്ന് വീട്ടുകാരോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഈ മർദ്ദിച്ച ആൾക്കെതിരെ നടപടി വേണം. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യുവതിയും ഒപ്പം തന്നെ യുവതിയുടെ മാതാപിതാക്കളും ചേർന്ന് തന്നെയാണ് പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും പരാതി കൊടുക്കുന്നതും. സ്വാഭാവികമായും സ്വന്തം മകൾക്ക് ഈ തരത്തിലുള്ള പീഡനമേറ്റു എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പരാതി കൊടുക്കാൻ പറയും, കാര്യങ്ങൾ മൊഴി നൽകാൻ പറയുന്നു. അതുപ്രകാരം യുവതി വ്യക്തമായ മൊഴി കൊടുക്കുന്നു. അല്ലാതെ ഇവർ തമ്മിൽ വേർപിരിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ട് എന്ന് നമുക്ക് ഇതുവരെ വ്യക്തമാകുന്നില്ല. എന്നാൽ മർദ്ദനമേറ്റു എന്നതുകൊണ്ടും കല്യാണം കഴിഞ്ഞ 6ാമത്തെ ദിവസം ഈ തോതിൽ മർദ്ദനമേറ്റ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് മാതാപിതാക്കൾ സ്വീകരിച്ചത്. അന്നും ആ സമയത്തും ഈ യുവതിയും ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. വ്യക്തമായി തന്നെ താൻ ക്രൂരമായി മർദ്ദനമേറ്റു എന്ന കാര്യം പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ, സ്വന്തം മകൾ ഇങ്ങനെ മർദ്ദനമേൽക്കുമ്പോൾ ആ വീട്ടിൽ കഴിയേണ്ടതില്ല എന്ന സ്വാഭാവികമായ നിലപാട് മാത്രമാണ് അന്ന് മാതാപിതാക്കൾ സ്വീകരിച്ചത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരെ പിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് യുവതി ഇത് മാറ്റി പറയുന്നത് എന്ന സംശയമുണ്ട്. രണ്ടു കാര്യം നമ്മൾ കാണണം. അന്ന് പറഞ്ഞതാണോ ശരി, ഇപ്പോൾ പറയുന്നതാണോ ശരി എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഉണ്ടായപ്പോൾ അവരുടെ വീട്ടുകാർ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുവല്ലോ ഷംസീർ. അതായത് ഈ പെൺകുട്ടി ഇത്രയും കടന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ വേറെന്തോ സംഗതി ഉണ്ട്. ഇവർ നിരന്തരമായി മാറ്റാരെയോ ഫോൺ ചെയ്യുന്നു, ഇവർക്ക് വേറെന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉള്ളത് കണ്ടുപിടിച്ചതിന്റെ പേരിലുള്ള അനാവശ്യമായ ഒരുതരം ആരോപണമാണ് എന്ന മട്ടിലെന്തോ ഒരു ആരോപണം അന്ന് അവരുന്നയിച്ചില്ല. എന്തായിരുന്നു അത്? തീർച്ചയായും അന്ന് അങ്ങനെ ഒരു ആരോപണമാണ് ഈ രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയും ഒപ്പം തന്നെ സഹോദരിയും ഉന്നയിച്ചത്. ഇവർ തമ്മിൽ ചെറിയ കശപിശ ഉണ്ടായിട്ടുണ്ട്, ചെറിയ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നും രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്നുണ്ട്. ഒപ്പം രാഹുൽ പി ഗോപാൽ ഒരു സമയത്ത് വീഡിയോയിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു. എന്നാൽ അത് സ്ത്രീധനത്തിൻ്റെ പേരിലല്ല എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. പകരം ഈ യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നു. അപ്പം ഇവർ തമ്മിൽ മൊബൈൽ ഫോണിൽ ചാറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കണ്ട് അതിൽ ഒരു പ്രശ്നം ഉടലെടുത്തു, അങ്ങനെയാണ് മർദ്ദിച്ചത് എന്നാണ് അന്ന് രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോയിലും ഈ യുവതി ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകാൻ കാരണം ഈ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. തനിക്ക് മാട്രിമോണി വഴി നേരത്തെയും ചില ആലോചനകൾ വന്നിരുന്നു. അതിലൊരാളുമായി അതായത് ഫോണിലുള്ള ബന്ധമുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് മറ്റു തരത്തിലുള്ള ബന്ധമല്ല, ജസ്റ്റ് ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്നാണ് യുവതി ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ ഒരു മർദ്ദനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലിപ്പോൾ പ്രശ്നമില്ല, ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ നേരത്തെ അഭിഭാഷകൻ പറഞ്ഞ പോലെ ഒരു സൗന്ദര്യപ്പിണക്കം മാത്രമാണ് ഉണ്ടായത്, അതിലപ്പുറത്തേക്ക് ഇതിനെ വലുതാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ഇന്നലെ യുവതി പോയത്. അപ്പോഴും ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് യുവതി ഈ സമയത്ത് ഇങ്ങനെ മൊഴി മാറ്റുന്നു എന്നുള്ളത് പ്രധാനമാണ്. തുടക്ക സമയത്തെല്ലാം തന്നെ യുവതി തനിക്ക് ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ യുവതി എങ്ങനെയാണ് ഇപ്പോൾ മൊഴി പൂർണ്ണമായി മാറ്റുന്നത് എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ പോലീസ് ഞാൻ അഹമ്മദ് മുസ്തഫ കൂടി എൻ്റെ കൂടെ. മുസ്തഫയാണ് അവരുടെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരുടെ അച്ഛൻ്റെ പ്രതികരണം എടുത്തത്. അല്ല മുസ്തഫ, ഈ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് എന്ന വാദത്തെ ഇവരെങ്ങനെയാണ് സമീപിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും പുതുതായി പറയാനുണ്ടോ ഈ അച്ഛന്? ഇഷാദ്, ഇന്നലെ മീഡിയ വണിനോട് പ്രതികരിച്ച അതേ പ്രതികരണം തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അച്ഛൻ നടത്തിയത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി പിതാവ് മറുപടി പറയുന്നുണ്ട്. അതായത് ഈ രണ്ടാമതൊരു വീഡിയോ കൂടി ഈ പെൺകുട്ടി പുറത്തുവിട്ടിരുന്നു. അതായത് മീഡിയ വണിന് പ്രതികരണം നൽകിയതിന് ശേഷം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് മറ്റു കാര്യങ്ങൾ അച്ഛൻ നടത്തിയതിന് ശേഷം ഈ പെൺകുട്ടി അവരുടെ ഭർതൃ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ്. അതോടൊപ്പം തന്നെ അവർ സമ്മർദ്ദം ചെലുത്തിയാണ് പുതിയ വീഡിയോ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വാക്കുമാറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള ആരോപണം പിതാവ് ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ മകൾ പുതിയ ഒരു വീഡിയോയിൽ വന്ന് താൻ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വേണം, സത്യം എല്ലാവരും അറിയണം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട്, പ്രത്യേകിച്ച് അഭിഭാഷകന്റെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും അത് പറയാനുള്ള സമയമായിരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്നാൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. നേരത്തെയും മജിസ്ട്രേറ്റ് മുന്നിൽ രഹസ്യമൊഴി നൽകാൻ വേണ്ടി ഈ കാര്യങ്ങൾ പറയാൻ പോയപ്പോൾ ചില അപായ സൂചനകൾ, പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭാഗത്തു നിന്നൊരു സൂയിസൈഡ് ടെൻഡൻസി ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നാണ് രണ്ടാമത്തെ വീഡിയോയിൽ യുവതി പറഞ്ഞത്. അതിനുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് പിതാവ് മാധ്യമങ്ങളോട് നടത്തിയത്. എനിക്കെന്തായാലും എൻ്റെ മകളെ അത്രയേറെ ഇഷ്ടമാണ്. എന്തായാലും മകളെ അങ്ങനെ സമ്മർദ്ദപ്പെടുത്തി കാര്യങ്ങൾ നേടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മകളെ നഷ്ടപ്പെടാൻ പാടില്ല. എന്തുകൊണ്ടാണ് മകൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം അറിയില്ല. എന്തായാലും
പോലീസിൽ ഈ കാര്യത്തിൽ വിശദമായൊരു പരാതി ഇന്നലെ തന്നെ വീടിന് തൊട്ടടുത്തുള്ള വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് പരാതി നൽകിയിട്ടുണ്ട്. 3-ാം തീയതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ മാസം 3-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഫോണിൽ നിരന്തരം ബന്ധപ്പെടാറുണ്ട്. ആ ബന്ധപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 2 ദിവസമായി മകളെ ഫോണിൽ ലഭ്യമല്ലാതായതിനെ തുടർന്നാണ് മകളുടെ ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മകൾ ജോലിക്ക് വന്നിട്ടില്ല. തിങ്കൾ മുതൽ, അതായത് 21-ാം തീയതി വരെ, തൊട്ടടുത്ത തീയതി 21-ാം തീയതി വരെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് കമ്പനി അധികൃതരാണ് ഞങ്ങളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മകളോട് ഓഫീസിലാണോ, ഭക്ഷണം കഴിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മകൾ കൃത്യമായി ഓഫീസിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് മകൾ ഓഫീസിൽ എത്താറില്ല, കഴിഞ്ഞ തിങ്കൾ മുതൽ അവധിയിലാണ് എന്നുള്ളൊരു കാര്യം ഓഫീസ് അധികൃതർ പറയുന്നത്. ഇതിൽ ചില സംശയങ്ങൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതാണ് മകൾ മിസ്സിംഗ് ആണെന്നുള്ളൊരു സംശയത്തിലേക്ക് ഞങ്ങൾ എത്താൻ കാരണമെന്ന് കൃത്യമായി തന്നെ പിതാവ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നമ്മൾ മാധ്യമങ്ങൾ എടുത്തു ചോദിച്ച ഒരു കാര്യം, ഈ മകൾ ആത്മഹത്യാ ഭീഷണി, വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംസാരമോ ചർച്ചയോ അല്ലെങ്കിൽ സമ്മർദ്ദമോ മകൾക്ക് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, വീട്ടിൽ ഇത് സംബന്ധിച്ച ചർച്ച പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു ചോദ്യത്തിന് പിതാവ് പ്രതികരിച്ചത് തീർത്തും അതിന് നിഷേധിക്കുന്ന തരത്തിലാണ്. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദം ഞങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം അത് മകൾ ഭർത്തൃ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ കസ്റ്റഡിയിലിരിക്കെ പറയുന്ന ചില കാര്യങ്ങളാണ്. ഞങ്ങളോട് മകൾക്ക് ദേഷ്യമുണ്ടാകേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരെയും ഈ കാര്യത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ, പ്രത്യേകിച്ച് അഭിഭാഷകന്റെ കാര്യത്തിൽ കൂടി പിതാവ് ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. അഭിഭാഷകനൊന്നും ഒരിക്കലും അങ്ങനെ പറയില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ലീഗൽ മെറിറ്റ് എന്തായാലും ആത്യന്തികമായി പെൺകുട്ടിക്ക് നിക്ഷിപ്തമാണ്. പരാതിക്കാരി എന്നുള്ള നിലക്ക് അത് കോഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഹൈക്കോർട്ട് പെൺകുട്ടിയുടെ വാദമായിരിക്കും മുഖവിലെടുക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ കോഷ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പിതാവ് പറയുന്നുണ്ട്. കൂടിയാലോചനയ്ക്ക് ശേഷം എന്തായാലും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. ഇപ്പോൾ തങ്ങൾ മാനസികമായ വിഷമത്തിലാണ്. അക്കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി തുടർ നടപടികൾ കുടുംബം ഒന്നായി ആലോചിച്ച് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം അവർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വടക്കേക്കര പോലീസ് സ്റ്റേഷൻ ഇന്നലെ തന്നെ ഈ കേസ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് ആ പെൺകുട്ടി അവസാനം ഞാൻ ഷംസീറിലേക്ക് വീണ്ടും. ഷംസീർ, തുടക്കം മുതൽ ഈ പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിന്റെ റിപ്പോർട്ടിങ്ങിനുണ്ട്. ഷംസീർ, ഇത് തുടക്കത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ്. മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, മകൾക്ക് ഭർത്തൃ വീട്ടിൽ ഒരു മർദ്ദനമേൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അച്ഛനും കുടുംബാംഗങ്ങൾ ഇടപെടുന്നു, തിരികെ വിളിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ മാതൃകാപരമായ ഇടപെടൽ എന്ന നിലയ്ക്ക് കേരളത്തിൽ വലിയ കമൻസ് ഉണ്ടായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് മൊത്തം മാറ്റി പറയാണ്, മകൾ അച്ഛൻ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കി ഇത് വലുതാക്കി എന്ന് പറയാണ്. ഇത് ഈ കേസിൻ്റെ മൊത്തം വിശ്വാസ്യതയെ, ഇതേക്കുറിച്ചുള്ള ആളുകളുടെ പെർസെപ്ഷനെ മൊത്തം മാറ്റിമറിച്ചു എന്നൊരു നിർഭാഗ്യകരമായ സാഹചര്യത്തിനുണ്ടോ? തീർച്ചയായും നിഷാദ്, അങ്ങനെ ഒരു നിർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസിൻ്റെ തുടക്ക സമയത്ത് തന്നെ വലിയ തരത്തിലുള്ള പെൺകുട്ടിക്ക് അനുകൂലമായ ഒരു വികാരം കേരളത്തിലാകെ തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ പി ഗോപാലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ രാഹുൽ പി ഗോപാലും കുടുംബവും കേൾക്കേണ്ടി വന്നു. രാഹുൽ പി ഗോപാലിന്റെ കുടുംബത്തിന് നമുക്കൊന്ന് അടുത്ത തവണ സംസാരിക്കാം.